ഹായ്, എല്ലാവർക്കും നമസ്കാരം. എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തക്കുട്ടിച്ചായ. ഇത് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട്സാണ്. നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് മാർക്കറ്റിൽ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഫ്രൂട്ട്സാണ്. ഇത് ഷുഗറുകാർക്കും അതുപോലെ തന്നെ ക്രിയാറ്റിൻ കൂടുതലുള്ളവർക്കൊക്കെ ഇത് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട്സാണെന്നാണ് ഡോക്ടേഴ്സുമാർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വീഡിയോ കണ്ടു. ഇതിൻ്റെ തൊലി എടുത്തിട്ട് വേണം എന്തോ ക്യാൻസറിനായിട്ടുള്ള എന്തോ ഒരു മെഡിസിനുണ്ട് ഇതിൻ്റെ തൊലി കൊണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മരുന്നുകൾ വളരെയധികം കുറയ്ക്കാമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് നിങ്ങളുടെ എല്ലാ വീട്ടിൽ കാണും. പക്ഷേ ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതാണ്. ഇവിടെ 500ഓളം ചെടികളാണ് ഉള്ളത്. നിറച്ച് ഫ്രൂട്ട്സായി. പക്ഷേ അതിൻ്റെ പഴങ്ങൾ ആയി വരണമെങ്കിൽ കുറച്ചുകൂടെ താമസമുണ്ട്. ഇതിൽ കൂടുതലുള്ളത് അങ്ങേ അറ്റത്താണ്. ഇവിടെ ഇപ്പം അവിടെ വെയിൽ കൂടുതലാണ്. വെയിലില്ല, എന്നാലും അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നതാണ്. മാംഗുസ്റ്റിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു ഫ്രൂട്ട്സ് അല്ല. എല്ലാ വീടുകളിലും കാണും. എങ്കിലും ഇതുപോലെ കട്ടിയുള്ളതും വളരെ ഭംഗിയേറിയതുമായ ഒരു തോട്ടം ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. ഇത് അവർ വളരെ കാര്യമായിട്ടാണ് ഇതിനെ ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ വേനൽക്കാലമാകുമ്പം കുറച്ച് പതയൊക്കെ ഇട്ട് നല്ല ഇടും. നന കുറവ് മതി എനിക്ക് തോന്നുന്നത് ഈ ഫ്രൂട്ട്സിന്. മറ്റുള്ള ചെടികൾ പോലെ കൂടുതൽ നനയുടെ ആവശ്യമില്ല. കൂടുതൽ നന ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ നന കുറവ് മതി. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കായ് വീഴാതിരിക്കാനൊക്കെ നനച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഒരു മാസം കഴിഞ്ഞാൽ ഇത് 400-500 രൂപയ്ക്കൊക്കെ ഈ ഫ്രൂട്ട്സ് നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കും. ഇത് അത്ര മനോഹരമായൊരു ഫ്രൂട്ട്സാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു തൈയെങ്കിലും വീട്ടിൽ വെച്ച് വളർത്താൻ ശ്രദ്ധിക്കുക. തണലിന് വേണ്ടി ഒരുപാട് ആൾക്കാർ പല തണൽ മരങ്ങളും വെക്കുന്നതിന് പകരം മുറ്റത്തൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഇത് കൂട്ടൊരു മരം വെച്ച് കഴിഞ്ഞാൽ തണലുമായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യപ്പെടുമ്പോൾ ഒരു ഫ്രൂട്ട്സും പിടിച്ച് കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കും. Evergreen.